ഹലോ, നമസ്കാരം. പിന്നെ ഞാൻ കാർവാറിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. കാർവാറിൽ നിന്ന്, അതായത് ഗോവയിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ കാർവാർ R2 ചെക്ക് പോസ്റ്റ്, ഗോവ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ കാർവാർ എത്തുന്നതിന് മുമ്പേ ഇടത്ത് ഭാഗത്ത് ഒരു ബ്രിഡ്ജ് പൊട്ടി വീണിട്ട് വെള്ളത്തിലാവലും വണ്ടി ഉള്ളതെന്ന് പറഞ്ഞത്. കേരള വണ്ടി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ആ ദാണ്ടലിക്ക് തിരിയുന്ന റോഡിലേക്ക് എല്ലാ വണ്ടിയും പിടിച്ചിട്ടിട്ടാണ് ഉള്ളത്. ഇപ്പം എൻ്റെ വണ്ടീൻ്റെ മുമ്പിൽ 3 വണ്ടിക്ക് മുമ്പിലാണ് ഈ വിഷയം നടന്നിട്ടുള്ളത്. അപ്പം ഈ കാർവാറിനെല്ലാം ഗോവയിലേക്ക് വരുന്ന ടീമുകൾ ആരെങ്കിലും ഈ ഗ്രൂപ്പിലുള്ളവർ അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒന്ന് മെസ്സേജ് അയച്ചു. ഇപ്പം രാത്രിയിൽ വരണ്ടെന്ന് പറഞ്ഞു. അപ്പം പോലീസ് പരക്ക ഓടുന്ന. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് 15 മിനിറ്റ് ആയിട്ടില്ല. 10 മിനിറ്റിന് മുമ്പ് ഞാനിവിടെ എത്തി. ഒരു എൻ്റെ മുമ്പിലൊരു അണ്ണൻ വണ്ടീൻ്റെ മുമ്പിലാണ് സംഭവിച്ചത്. 3ാമത്തെ വണ്ടിയാണ് ഞാൻ. നിന്നിട്ട് ബർച്ചിട്ട് സംസാരിക്കാൻ വരെ പറ്റുന്നില്ല. ഇത് എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് നമുക്കൊന്നും പറ്റിയിട്ടില്ല. ഈ ഡ്രൈവർ രക്ഷപ്പെട്ടിന്. ഡ്രൈവർ വെള്ളത്തിൽ വണ്ടി വീണപ്പം ഡ്രൈവർ എങ്ങനെ രക്ഷപ്പെട്ടു? ഡ്രൈവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്നല്ലാണ് ഇവർ പറയുന്നത്. പോലീസ് ഒരാളെ ഉണ്ടായിട്ടുള്ളൂ എന്നല്ല പറയുന്നത്. കർണാടക കേരള വണ്ടി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ അണ്ണൻ പറയുന്നതല്ല, അത് TN രജിസ്ട്രേഷനാണെന്ന് ഇവർ പറഞ്ഞത്. പിന്നെ അണ്ണൻ പറയുന്നത്, എൻ്റെ മുമ്പിലുള്ള അണ്ണൻ കണ്ടിരുന്നാണ് പറയുന്നത്. അണ്ണൻ ബാക്കോട്ട് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചേ. പോലീസ് പറയുന്നത് കേരള വണ്ടി. അയാൾ മലയാളം സംസാരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ദാണ്ടലിലേക്ക് തിരിയുന്ന വഴിയിലാണെന്നുള്ള വണ്ടികളെല്ലാം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് രാത്രിയിൽ കാർവാർ ഭാഗത്തേക്ക് വരുന്ന വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരോടും മെസ്സേജ് ഒന്ന് പാസ് ചെയ്ത്. രാത്രിയിൽ വരണ്ട, രാവിലെ വന്നാൽ മതി. വൺ സൈഡിലൂടെ പണ്ട് നമ്മൾ ഗോവക്ക് വരുന്ന വഴിയിലോട്ട് വിടുമെന്നാണ് പറഞ്ഞത്. രാവിലെ പണ്ട് നമ്മൾ ഗോവക്ക് വരുന്ന ആ ചുരമെല്ലാം ഇറങ്ങിയിട്ട് താഴോട്ടെ ആ നേവീൻ്റെ സൈഡിലൂട്ടെല്ലാം വരുന്ന ആ വഴിയിലൂടെ നാളെ രാവിലെ വിടും. ഇപ്പം നിങ്ങളിവിടെ നിൽക്കുന്നതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ മെസ്സേജ് ഒന്ന് ആർക്കെങ്കിലും രാത്രിയിൽ ഇപ്പോൾ ആരും കിട്ടലും, അതാണ് ഈ രാത്രി തന്നെ. എനിക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ഓക്കെ.